പ്രിയപ്പെട്ട കുട്ടികളെ, MSc ഫസ്റ്റ് സെമസ്റ്ററിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ഈ പറയുന്ന MScയിൽ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മൈക്രോബയോളജി എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. ഇതൊരു വലിയ പേപ്പറാണ്. അതേസമയം നമ്മൾ ഡിഗ്രിക്ക് മൈക്രോബയോളജി പഠിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കൂടിയാണ്. ഈ പേപ്പർ ഞാനും താജോ സാറും കൂടിയാണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഞാൻ തരാൻ വിചാരിക്കുന്നത്. ദിസ് ഈസ് യുവർ സിലബസ്. ഇതാണ് നിങ്ങളുടെ സിലബസ്. പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു ഓൾറെഡി, ഈ ഒരു പേപ്പറിന്റെ പേര് തന്നെ മൈക്രോബയോളജി ആൻഡ് പ്ലാൻ പാത്തോളജി എന്നാണ്. മൈക്രോബയോളജി ആൻഡ് പ്ലാൻ പാത്തോളജി. അതിൽ ഫസ്റ്റ് മൈക്രോബയോളജിയിലെ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് മൈക്രോബയോളജി ആണ്. Historical perspective of microbiology, landmark discoveries, bacterial classification, morphological classification, classification based on staining reaction, serological methods of classification, Berge's manual of systematic bacteriology, structure and chemistry of cell wall, cell membrane, capsule, slime layer, flagella and pili, bacterial genome, ക്ലാസസ് ഓഫ് പ്ലാസ്മിഡ്, എപ്പിസോ, മോളിക്കുലർ ടാക്സോണമി എന്ന രീതിയിൽ വളരെ ബേസിക് ആയിട്ടുള്ള മൈക്രോബയോളജിയുടെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ ഓരോ മൊഡ്യൂൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ജസ്റ്റ് ഫസ്റ്റ് മൊഡ്യൂളിൽ 8 അവർ കൊണ്ടാണ് തീർക്കേണ്ടത്. നമ്മൾ ഏകദേശം ഒരു 1 or 2 വീക്സിനുള്ളിൽ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഒരുപാട് വലിയ വീഡിയോസ് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ചെറിയ വീഡിയോകളായിരിക്കും നമ്മൾ തരിക. ദെൻ മൊഡ്യൂൾ 2 ബാക്ടീരിയൽ ഗ്രോത്ത് ആണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ സമയം പറയും. ദെൻ മൊഡ്യൂൾ 3 ദറ്റ് ഈസ് വൈറസ് റിലേറ്റഡ് ആണ്. നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാലഘട്ടത്തിൽ പറയേണ്ട ഒരു ടോപ്പിക് കൂടിയാണ് വൈറസ്. വൈറസ് എന്താണ് എന്നുള്ള ഒരു വലിയ ഒരു ഏരിയ ആണ് നമ്മൾ ആ ഒരു ടോപ്പ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ സോയിൽ മൈക്രോബയോളജി. ഇത് നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചതാണ് 5th സെമസ്റ്ററിൽ സോയിൽ മൈക്രോബയോളജി. ഓക്കെ, ഇങ്ങനെ ഈ രീതിയിലാണ് മൈക്രോബയോളജിയുടെ പേപ്പേഴ്സ് ഉള്ളത്. ഇതിന്റെ കൂടെ തന്നെ പ്ലാൻ പാത്തോളജി ഉണ്ട്. അത് നമ്മൾ പിന്നീട് അതിന്റെ പേപ്പർ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ മൈക്രോബയോളജിയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് 4 മൊഡ്യൂളിലായിട്ടുള്ള ടോപ്പിക്കുകളാണ്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഫസ്റ്റ് മൊഡ്യൂൾ, ദാറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. മൈക്രോബയോളജിയുടെ ഹിസ്റ്ററി എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ മൊഡ്യൂളിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഏരിയകൾ, പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് മൈക്രോബയോളജി, ലാൻഡ്മാർക്ക് ഡിസ്കവറീസ്, ബാക്ടീരിയൽ ക്ലാസിഫിക്കേഷൻ, മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, classification based on staining reaction, serological method of classification, Berge's manual of classification. ഇതൊക്കെയാണ് നമ്മൾ ആദ്യത്തെ മൊഡ്യൂൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ബേസിക്കലി മൈക്രോബയോളജിയുടെ ആധികാരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ MScയിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഡിഗ്രിയിൽ വായിച്ചതുപോലെ മാത്രം, അല്ലെങ്കിൽ ഡിഗ്രിയിൽ വായിച്ച ആ സ്റ്റൈലിൽ നിങ്ങൾ ഒരിക്കലും PGയിൽ വായിക്കരുത്. പ്രത്യേകിച്ച് PG ആരും തോൽക്കില്ല. PG എല്ലാവരും പാസ്സാവും. പക്ഷെ PGക്ക് വരുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യം, PG കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ JRF ക്വാളിഫൈഡ് ആവുക എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതേ സമയം തന്നെ ഇന്ന് തന്നെ നിങ്ങൾ എല്ലാ ആളുകളും UGC ലൈഫ് സയൻസിന്റെ സിലബസ് ഡൗൺലോഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ അതിന്റെ പ്രിപ്പറേഷനും നിങ്ങൾ ആരംഭിക്കണം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് ഓൺലൈനിലൊക്കെ പല തരത്തിലും ഇത്തരത്തിലുള്ള കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടേതായ രീതിയിൽ പഠനം നിങ്ങൾ ആരംഭിക്കണം. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം MScയിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾ ചെയ്യേണ്ടത്, അവർ ഇന്ന് തന്നെ UGCയുടെ ലൈഫ് സയൻസ് സിലബസിനനുസരിച്ച് പഠനം ആരംഭിക്കണം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ MSc പാസ്സാവുകാൻ ഒരു ബുദ്ധിമുട്ടില്ല. അതേസമയം നാഷണൽ ലെവലിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും നാഷണൽ ലെവലിലുള്ള ലൈഫ് സയൻസ് എക്സാം പാസ്സാവുകയും അതിൽ ഹൈ റാങ്ക് കിട്ടുകയാണെങ്കിൽ JRF കിട്ടും. 35,000 കൂടി നിങ്ങൾക്ക് PhD ചെയ്യാൻ പറ്റും. PG കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് 35,000 rupees 5 yearsന് കിട്ടും. ചില്ലറ കാര്യമല്ല. ഇപ്പൊ നമ്മൾ സർസൈ ഗോളിൽ നിങ്ങൾക്കറിയാം, ഒരുപാട് വിദ്യാർത്ഥികൾ ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർക്കൊക്കെ 35,000 ഫെലോഷിപ്പോട് കൂടി അവർ 5 കൊല്ലം റിസർച്ച് ചെയ്യാണ്.
അത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ തന്നെ അത് ആരംഭിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നിങ്ങൾ ഈ പറയുന്ന ടോപ്പിക്കും ലൈഫ് സയൻസ് സിലബസിലുണ്ട്, UGCയുടെ സിലബസിലുണ്ട്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും റെഫർ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ വളരെ ഒതന്റിക് ആയിട്ടുള്ള ബുക്കുകൾ റെഫർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ മൈക്രോബയോളജിയുടെ കുറച്ച് സോഫ്റ്റ് ബുക്കുകൾ ഞാൻ തരും. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ റെഫർ ചെയ്യേണ്ട ഒരു ബുക്കാണ് പെൽസാർ എന്ന് പറയുന്ന ഒരാളുടെ മൈക്രോബയോളജി. നോട്ട് ചെയ്യണം, മൈക്രോബയോളജി റിട്ടൺ ബൈ പെൽസാർ, PELZAR, പെൽസാർ. അതേപോലെ തന്നെ ദുബെ ആൻഡ് മഹേശ്വരിയുടെ പെൽസാർ മൈക്രോബയോളജി ബുക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആവുന്ന സാധാരണ ബുക്കുകളൊക്കെ ഉണ്ട്. സാധാരണ ബുക്കുകൾ നമ്മൾ വായിക്കണം. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ വളരെ വലിയ ഫോറിൻ ബുക്കുകൾ വായിക്കാൻ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. അതേപോലെ ഗുരുചരൺ സിംഗിന്റെ ബുക്ക് ഉണ്ട്, ദുബെ ആൻഡ് മഹേശ്വരി ഉണ്ട്, സുബ്രഹ്മണ്യത്തിന്റെ ബുക്ക് ഉണ്ട്, സാറാസ് പബ്ലിക്കേഷന്റെ അറുമുഖൻ എന്ന് പറയുന്ന ആളുടെ ബുക്ക് ഉണ്ട്. ഇതൊക്കെ ബുക്ക് മൈക്രോബയോളജിക്കായിട്ടുണ്ട്. പക്ഷെ നമ്മൾ UGC പറയുന്ന ചില ബുക്കുകളുണ്ട്. അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്കുകൾ നിങ്ങൾ ഇപ്പോഴേ വായിച്ചു തുടങ്ങണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ബുക്കാണ് ഞാൻ പറഞ്ഞത്, മൈക്രോബയോളജിയെ കുറിച്ച് എഴുതിയിട്ടുള്ള പെൽസാറിന്റെ മൈക്രോബയോളജി. സോ റിമെമ്പർ, അങ്ങനെയുള്ള കുറച്ച് ബുക്കുകളും ലൈഫ് സയൻസിന്റെ സിലബസും ഒക്കെ എടുത്ത് ഇന്ന് തന്നെ തുടങ്ങി നിങ്ങൾ ആരംഭിക്കണം. നിങ്ങൾക്ക് വളരെ ഗോൾഡൻ സമയമാണിത്. കാരണം ഇപ്പം തന്നെ നിങ്ങൾക്ക് പ്രിപ്പറേഷന് ആരംഭിക്കാം. നിങ്ങൾ കോളേജിൽ വരേണ്ട സമയനഷ്ടം, അതൊന്നും ഒരു പ്രോബ്ലം, അതൊക്കെ നിങ്ങൾക്ക് ലാഭങ്ങളായിട്ടാണ് കാണേണ്ടത്. അപ്പം ഒരു മൈക്രോബിനെ കൊണ്ടിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ചില നമ്മുടെ നോർമൽ ക്ലാസ്സുകൾ നഷ്ടപ്പെടും എന്നുള്ളതൊക്കെ ശരിയാണെങ്കിൽ പോലും, അതായത് നമുക്കിപ്പോൾ നമ്മൾ സോഷ്യൽ ലെവൽ ഓർ വി ക്യാൻ സേ സോഷ്യലി നമ്മൾ മിങ്കിൾ ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ ശരിയാണെങ്കിൽ പോലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാലഘട്ടമാണ്. പ്രത്യേകിച്ച് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇഷ്ടംപോലെ ബുക്കുകൾ നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാഠശാല എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അതിൽ പോവാണെങ്കിൽ ബോട്ടണിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മെറ്റീരിയൽ കിട്ടും. പാഠശാല, PATH എന്നാണ്, പാഠശാല. ഓക്കെ, പാഠശാല ബോട്ടണി അടിച്ചു കഴിഞ്ഞാൽ MSc റിലേറ്റഡ് ഒരുപാട് ബുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പം മെറ്റീരിയൽ കിട്ടാൻ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, യു ഹാവ് ടു മേക്ക് എൻ ഇമ്പോർട്ടൻറ്റ് മൈൻഡ് സെറ്റ്. ഒരു നല്ല മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, so now we are moving to the first and most important topic, that is historical perspective of microbiology. Microbiology, the world of microbes. അല്ലെ, നമുക്ക് എവിടെ നമ്മൾ തൊടുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു മൈക്രോബിനെ കാണാൻ പറ്റും. ഇപ്പൊ തന്നെ നമുക്കറിയാലോ, നമ്മൾ എത്രത്തോളം ഒരാളെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്, വളരെ പേടിച്ചിട്ടാണ് നമ്മൾ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ ഈ മൈക്രോബിനെ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. See, എന്താണ് microbes or microorganisms are minute living things that are usually unable to viewed with the naked eye. എന്താണ് microbes or microorganisms are minute living things that are usually unable to be viewed with the naked eye. What are some important examples? വളരെ കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ് മൈക്രോബ്സിന്റെ? ഇല്ലേ, നമുക്കറിയാം, ബാക്ടീരിയ, ഫംജൈ, പ്രോട്ടോസോവ, algae, virus are the most important examples of microbes. Some are pathogenic. ചില മൈക്രോ ഓർഗാനിസം ഹൈലി പാത്തോജനിക് ആണ്. അല്ലെ, ചില മൈക്രോ ഓർഗാനിസം ഭയങ്കരമായിട്ട് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ്. Some micro organisms are highly pathogenic. They are called as germ. നമ്മൾ അതിന് പറയുന്ന പേര് തന്നെ germ എന്നാണ്. Refers to rapidly growing cell. എന്താണ്? Refers to rapidly growing cell. വളരെ പെട്ടെന്ന് ഡിവൈഡ് ചെയ്യുന്ന സെല്ലുകളെയാണ് നമ്മൾ ജേം എന്ന് പറയാ. ദാറ്റ് ഈസ് കോൾഡ് മൈക്രോബ്സ്. Then microbes always decompose organic waste. Organic wasteകൾ ഡീകമ്പോസ് ചെയ്യുന്ന ആൾക്കാരാണ്. Are producers in the ecosystem by photosynthesis. Produce industrial chemicals such as ethyl alcohol and acetone. Produce fermented foods such as vinegar, cheese and bread. അപ്പം നമ്മൾ ഇതിൽ തന്നെ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി പഠിക്കും, സോയിൽ മൈക്രോബയോളജി ഒക്കെ പഠിക്കുന്നുണ്ട്. അത് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് പ്രൊഡക്ഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ബൈ ദി ഹെൽപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് കൂടിയാണ് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാലോ, നമ്മളെ പാല് ഈ ലെവലിൽ കിട്ടാൻ കാരണം പാലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയൽ പ്രോസസ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് പാസ്റ്ററൈസേഷൻ. പാസ്റ്ററൈസേഷൻ എന്ന് പറയുന്നത് ഒരു മൈക്രോബിയൽ റോള് കൊണ്ട് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രോസസ്സാണ്. അല്ലെ, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന പല പ്രൊഡക്റ്റുകളും യഥാർത്ഥത്തിൽ
ഈ മൈക്രോബിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഡിഫറെന്റ് പ്രൊഡക്ട്സ് ആർ ആക്ച്വലി ദ ബെനിഫിറ്റ്സ് ഓഫ് മൈക്രോ ഓർഗാനിസം. സോ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന മൈക്രോ ഓർഗാനിസം. ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയും. സ്റ്റഡി ഓഫ് ഡിഫറെന്റ് മൈക്രോ ഓർഗാനിസം ക്യാൻ ബി ബാക്ടീരിയ, വൈറസ്, പാരസൈറ്റ്, ഫംഗസ്, പല രീതിയിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. Then what are really the microorganisms? Microorganisms or microbes are products of evolution, consequence of natural selection operating upon vast array of genetically diverse organisms. Microbes are products of evolution, consequence of natural selection operating upon vast array of genetically diverse organisms. See, these are some of the important shape, വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന സ്ട്രക്ചർ ഉള്ള ഒരു പാർട്ട് കൂടിയാണ് മൈക്രോ ഓർഗാനിസം. Then മൈക്രോബ് മേക്ക് ദ യൂണിവേഴ്സ്. അല്ലെ, മൈക്രോബ് ഒരു ലോകത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെ, ഇപ്പൊ തന്നെ നമുക്കറിയാലോ, നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ പറയുന്നില്ല. മൈക്രോബ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താന്നുള്ളത് നമുക്ക് ഇപ്പൊ തന്നെ അറിയാം. There are less than 5 into 10 raised to 30 type of microorganisms in the world. Humans have intimate relation with microbes. That is less than 90% of the cell in our body are microbes. That is another important thing. Microbe വലിയൊരു ലോകമുണ്ട് അല്ലേ. മൈക്രോബ് ആണെങ്കിൽ പോലും they have their own world in which they are consisting of different type of microorganisms. That means less than 90% of the cell in our body are microbes. Then microbes in our lives. Microorganisms are organisms that are too small to be seen with the unaided eye. Germ refers to a rapidly, നമ്മൾ ഓൾറെഡി പറഞ്ഞു, മൈക്രോബ്സിന്റെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമായിട്ട് ഒരു റോൾ ഇതിന് ഉണ്ട്. Then what are the important classification? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. 3 domains are there: bacteria, archaea and eubacteria. Then again it is classified into protists, fungi, plants and animals. Then നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. നെയിമിംഗ് ആൻഡ് ക്ലാസിഫൈങ് മൈക്രോ ഓർഗാനിസം. കാൾസ് ലിനയസ് 1735 established the system of scientific nomenclature. Each organism has 2 names, the genus and specific epithet, are italicized or underlined. The genus is capitalized and the specific epithet is lowercase. അതൊക്കെ നമുക്കറിയാം, ബേസിക് കാര്യങ്ങളാണ്. But we can say that in the case of microorganism also we are following the same pattern. Then actually, based on this particular information, what is actually the microbiology? Microbe or microorganisms are minute living things that are usually unable to be viewed with the naked eye. What are some examples of microbes? Bacteria, fungi, protozoa, algae, virus, etc. Some are pathogenic, many are beneficial. So all these pathogenic and beneficial organisms are together considered as microbes, and the study of such organisms are called microbiology. Then എങ്ങനെയാണ് നമ്മൾ ഒരു മൈക്രോബയോളജി ഡിഫൈൻ ചെയ്യുന്നത്? Microbiology defined as the study of organism too small to be seen with the naked eye. This organism include virus, bacteria, algae, fungi and protozoa. Microbiologists are concerned with the characteristics and functions such as morphology, cytology, physiology, ecology, taxonomy, genetics and molecular biology. All these particular aspects are together constitutes and together integrated with the particular systems of microbiology. So all microbiology process are connected with different disciplines. As we know, നമുക്കെന്നെ അറിയാലോ, ഇപ്പോൾ നമ്മൾ മെഡിസിൻ കണ്ടുപിടിക്കുന്നുണ്ടോ ഇല്ല എന്നൊക്കെ പറയുന്നത് മൈക്രോബും മെഡിക്കൽ സയൻസും തമ്മിലുള്ള ഒരു റിലേഷനാണ്. മൈക്രോബ്സും ഫിസിക്സും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്, മൈക്രോബ്സും ബയോകെമിസ്ട്രിയും തമ്മിലുള്ള റിലേഷൻ. സോ ദിസ് ആർ ആക്ച്വലി ദ ഗ്രേറ്റ് സബ്ജക്ട്സ് ഹാവിംഗ് different interrelated subjects or integrating these subjects into the entire development of the world as well as human being. So this is a just outline of microbiology. ഇത് ഞാൻ ഇത്രയും ബ്രീഫ് പറയാൻ കാരണം ഇതിൽ നിങ്ങൾ സിലബസ് ഒന്ന് മനസ്സിലാക്കുക, എന്താണ് മൈക്രോബയോളജി എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. താങ്ക് യു.